ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഈ വർഷത്തെ ശബരിമല യാത്രാ വിശേഷങ്ങളാണ്. എറണാകുളത്തെ പരമാരാദേവി ക്ഷേത്രം, അതായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അടുത്തായിട്ടാണിത്. ടൗൺ ഹാളിന് ഓപ്പോസിറ്റ്. ഇവിടെ നിന്നാണ് കെട്ടുനിറ. സാധാരണ പോകുന്ന പോലെ തന്നെ KSRTC ബസ്സിനാണ് ഈ വർഷവും പോകുന്നത്. സാധാരണ എന്ന് പറയുമ്പോൾ എൻ്റെ ഇത് 4ാമത്തെ ശബരിമല സന്ദർശനമാണ്. അങ്ങനെ 330 രൂപ ടിക്കറ്റിൽ ഞാൻ പമ്പയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാത്രി 9:30ക്കാണ് ബസ്, എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്ന് തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എരുമേലിയാണ്. സുഹൃത്തായ വിഷ്ണുവാണ് യാത്രക്ക് കൂടെയുള്ളത്. അങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം ഇപ്പം സമയം 2:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പമ്പയിലാണ്. പമ്പ വരെയാണ് ബസ്. സമയം 3 മണിക്ക് പമ്പയിലെത്തുന്നതാണ് നമുക്ക് ടിക്കറ്റിൽ കാണാൻ പറ്റിയത്. പക്ഷേ ഏകദേശം അരമണിക്കൂർ നേരത്തെ തന്നെ പമ്പയിലെത്താൻ പറ്റി. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടി പമ്പാ തീരത്തേക്ക് പോയി. പമ്പാ തീരത്ത് കുളിക്കാൻ നല്ല തണുപ്പാണെങ്കിലും എത്തിയിരിക്കുമ്പോൾ തണുപ്പിനെക്കാട്ടിയും കഷ്ടത തോന്നിയത് ഇതാണ്. എല്ലാവരും തുണികൾ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് തീരെ വൃത്തിയില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതൊന്നും ഒരു ഭരണകൂടം ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതൊക്കെ അവനവൻ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട. എന്തിനാണ് ഇവിടെ ഇങ്ങനെ തുണിയിട്ടിട്ട് പോകുന്നത്? ഒരു പിടുത്തവും ഇല്ല. കുളിക്കുമ്പോഴാണെങ്കിൽ വെള്ളത്തിൽ തന്നെ ചവിട്ടുന്നെടുക്കുക ഈ തുണികൾ. ഇതൊക്കെയാണോ ഒരു ഭക്തി? ഇതൊക്കെ കൊണ്ടാണ് പമ്പ ഇത്രയും വൃത്തികേടാകുന്നത്. ഇതൊക്കെ അവനവൻ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ നല്ല തണുപ്പത്ത് കുളിയും കഴിഞ്ഞ് ഇനി വേഗം മല ചവിട്ടാം. പമ്പയിലൊക്കെ വെള്ളം അത്യാവശ്യത്തിനുണ്ട്. അങ്ങനെ തീരെ വെള്ളം ഇല്ലാതെയില്ല. പക്ഷെ ചില സ്ഥലത്ത് നല്ല ഒലിപ്പുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഡിസംബർ 3-ാം തീയതി കെട്ട് നിറച്ചിട്ട് വൈകിട്ട് നമ്മൾ യാത്ര തുടങ്ങി. ഇന്നിപ്പം 4 ഡിസംബർ 4. ഇട ദിവസം ആയതുകൊണ്ട് തന്നെ ഈ പമ്പയിലെ അവസ്ഥ കണ്ടിട്ട് വലിയ തിരക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം മുന്നത്തെ വർഷമൊക്കെ നല്ല തിരക്കായിരുന്നു. ഈ വർഷം ആദ്യമൊക്കെ നല്ല തിരക്കാണെങ്കിലും ഇപ്പം സംഗതിയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗണപതി അമ്പലത്തിലാണ് ഫസ്റ്റ് തന്നെ എത്തുന്നത്. ഗണപതി അമ്പലത്തിൽ വലവും വെച്ച് ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടാണ് എല്ലാവരും ശബരിമലയ്ക്കുള്ള മല കയറുക. കാരണം വിഘ്നങ്ങളൊന്നും ഇല്ലാതെ യാത്ര സുഖമായി പോയി വരാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരന് നമ്മളെല്ലാവരും തേങ്ങ ഉടക്കും. അങ്ങനെ ഞാനും ഇവിടെ പോയി തേങ്ങ ഉടച്ചിട്ട് യാത്ര തുടങ്ങി. നമ്മൾ പോകുമ്പോൾ എവിടെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒന്നും കണ്ടില്ല. നമ്മൾ നോർമലി ബുക്ക് ചെയ്തിട്ട് തന്നെ പോയതാണ്. അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് വെച്ചാൽ സ്പോട്ട് ബുക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എവിടെയും കണ്ടില്ല. കാരണം ഇപ്രാവശ്യം അത് ഇപ്പം നിർത്തിയിട്ടാണെന്നൊന്നും ഇല്ലത്. ആദ്യം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇപ്പം പ്രവേശനമുള്ളൂ. അതിൻ്റെ മാറ്റം ഇവിടെ കാണാനുമുണ്ട്. പമ്പയിലും ഇവിടെയൊക്കെ അത്യാവശ്യത്തിന് മാത്രമേ തിരക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന് മുന്നേയൊക്കെ ആൾക്കാർക്ക് അയ്യപ്പ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റിയില്ല എല്ലാം നമ്മൾ ന്യൂസ് കണ്ടില്ലേ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടില്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് നല്ല തിരക്ക് എനിക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമുക്ക് നല്ല ദർശനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പമ്പയിൽ നിന്ന് അയ്യപ്പ സന്നിധിയിലേക്ക് നമ്മളെത്താൻ ഒരുപാട് കുന്നുകൾ കയറണം. ഏകദേശം 4 കിലോമീറ്ററോളം വലുതും ചെറിയുമായ കുന്നുകളുണ്ട്. ഇത് കയറിയിട്ടാണ് നമ്മൾ ശബരിമലയിലെത്തുന്നത്. ആദ്യം തന്നെ പമ്പ നദിക്കരയിൽ നിന്നാണ് കുളിയും കഴിഞ്ഞ് എല്ലാവരും യാത്ര ആരംഭിക്കുന്നത്. ഇതാണ് അയ്യപ്പ ഭക്തരുടെ പ്രധാന ബേസ് ക്യാമ്പ്. പിന്നീട് വരുന്നത് ഗണപതി ക്ഷേത്രം. യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കയറുന്ന അമ്പലം. ഇവിടുന്ന് തേങ്ങ ഉടച്ച് അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. പിന്നെ വരുന്നത് നീലിമലയാണ് ഒരു പ്രധാന കയറ്റം. ഇത് കഠിനമായ ഒരു ഉയർച്ചയാണ്. ആദ്യത്തെ ഏറ്റവും വലിയ പരീക്ഷണം. ഇത് കഴിഞ്ഞാൽ പിന്നെ അപ്പാച്ചിമേട്, പിന്നെ ശരംകുത്തിയിലെത്തിയ എല്ലാവരും അവിടെ ശരണം വിളിക്കുന്ന കാണാം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച ശേഷം അവിടുന്ന് യാത്ര തുടങ്ങും. പിന്നെ വരുന്നത് സന്നിധാനത്തിലേക്കുള്ള പ്രധാന കയറ്റാണ്. അവസാനത്തെ വലിയ കുന്ന്. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ മരക്കൂട്ടം. ഇവിടെ ആൾക്കാർ നിന്ന് വിശ്രമിക്കുകയോ ഇരുന്ന് വിശ്രമിക്കുകയോ എല്ലാം ചെയ്യും. പിന്നെ വരുന്നത് പട്ടിണമുക്കാണ്. സന്നിധാനത്തിന് അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് 18-ാം പടി ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് മാളികപ്പുറം ദേവീക്ഷേത്രമാണ്. ഇത് നമ്മളെല്ലാവരും അവിടെ മാളികപ്പുറത്തേക്ക് പോകുന്നത് ശബരിമലയിലെ അയ്യപ്പനെ കണ്ട് അഭിഷേകമൊക്കെ ചെയ്ത ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ശബരിമലയിലേക്കുള്ള കയറ്റത്തിനെക്കാട്ടിയും ഒരു ഭയങ്കര ടാസ്ക്കാണ് ഇറക്കത്ത്
കല്ലിങ്ങനെ നമ്മളെ കാലിൽ ചെരുപ്പിട്ടാണ്ട് നടക്കുമ്പോൾ കാലിങ്ങനെ തറച്ച് കയറുമ്പോലെ സ്വാമിയെ ശരണയ്യപ്പ എന്ന് ഉറക്കെ വിളിച്ചത്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ മറ്റേ ഡോളിയിൽ കയറ്റിയിട്ട് പോകുന്നതാണ് കേട്ടോ. അവർ 4 ആൾക്കാർ അപ്പുറം ഇപ്പുറമായി പിടിച്ചിട്ട് എത്ര പെട്ടെന്നാണ് കയറുന്നത്. അത് ഒരു കാണേണ്ട കാഴ്ചയാണ്. പിന്നെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഇഷ്ടംപോലെ വനപ്രദേശം ആയതുകൊണ്ട് തന്നെ കുരങ്ങിനെയും അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ശബരിമല യാത്ര അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് നല്ല രീതിയിലുള്ള ദർശനം തന്നെ കിട്ടി കേട്ടോ. ആദ്യം ന്യൂസ് കണ്ട അത്രയൊന്നും തിരക്കൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. ഞാൻ പോയ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ടാണെന്നും അറിയില്ല. എന്തായാലും അത്യാവശ്യം തിരക്കില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി. ഇപ്രാവശ്യം ഒരുപാട് ചെറിയ മാളികപ്പുറത്തെയും വലിയ മാളികപ്പുറത്തെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പടിയിറങ്ങുകയാണ് അയ്യപ്പനെയും കണ്ടിട്ട്. ഏകദേശം 3 മണിയാകുമ്പം മല കയറാൻ തുടങ്ങി. നമ്മൾ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. 4:30 4:45 ആകുമ്പോഴത്തേക്കിന് ഏകദേശം നമ്മൾ ശബരിമലയ്ക്ക് എത്തി. ശബരിമലയ്ക്ക് എത്തിയ ശേഷമാണ് അവിടെ കുറച്ച് ക്യൂ നിൽക്കേണ്ട വന്നായിരുന്നു കേട്ടോ. എങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ചെങ്കിലും അത്രയൊന്നും തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് സമയം നിൽക്കേണ്ട വന്നിട്ടുമില്ല. പതിവ് പോലെ തന്നെ മലയാളികളെക്കാൾ ഇപ്രാവശ്യം കൂടുതലും മറ്റ് സംസ്ഥാനക്കാർ തന്നെയാണ് ശബരിമലയിൽ. നമ്മുടെ അവിടെയുള്ള സമയത്തൊക്കെ തിരക്കുകൾ കൂടുമ്പോൾ പോലീസും വോളണ്ടിയേഴ്സെല്ലാം കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. ബാക്കി എല്ലാ ദിവസത്തെയും അറിയില്ല. എങ്കിലും നമ്മൾ പോയ ദിവസം അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും നമുക്ക് കാണാനൊക്കെ പറ്റി. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് എടുത്ത അയ്യപ്പൻ്റെ വീഡിയോ. ഏതായാലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആണെന്ന് ഫോൺ എടുക്കാൻ പാടില്ല പ്രത്യേകം വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നട കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒറ്റ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൂരെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കുകയും ചെയ്തത്. അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവിടെ പോയി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അരവണയും കാര്യങ്ങളൊക്കെ മേടിക്കുക ചെയ്തത്. അരവണക്ക് ഇപ്രാവശ്യം ഒരു ബോട്ടിന് 100 രൂപയാണ്. പിന്നെ അപ്പത്തിന് 40 രൂപ അങ്ങനെയൊക്കെയാണ് അവിടെ. പിന്നെ അരവണക്ക് നല്ല ക്യൂ ആണ് എല്ലാവരും മേടിക്കാം. പക്ഷെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നവർക്ക് ആ കൗണ്ടർ അത്ര വലിയ തിരക്കില്ല. അതുകൊണ്ട് അത് നമ്മൾ അധികം ക്യൂ നിൽക്കാണ്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റി. ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുരുസ്വാമിമാരുടെ കീഴിൽ ഒരുപാട് സ്വാമിമാരിങ്ങനെ ചുറ്റും കൂടിയിട്ട് അവിടുന്ന് നെയ്യൊക്കെ എടുത്ത് എണ്ണത്തോണിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നെയ്യൊക്കെ റെഡിയാക്കുന്നതും അതൊക്കെ അവിടുന്ന് ഒരു കാണേണ്ട കാഴ്ചയാണ്. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചിറങ്ങാനും പോകാനുമുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ ശബരിമലയ്ക്ക് കയറുന്ന ആ സൈഡിൽ തന്നെ ആയിട്ട് കുറച്ച് അയ്യപ്പൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് വീണ്ടും ആൾക്കാർ ഇങ്ങനെ ശബരിമലയ്ക്ക് വന്നു തുടങ്ങുന്നുണ്ട്. തിരക്ക് വീണ്ടും കൂടി തുടങ്ങി. അതുപോലെ തന്നെ 18-ാം പടീൻ്റെ അടുക്ക് എത്തുമ്പോഴേക്കും ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് തള്ളാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആ പോലീസുകാർ നമ്മളിങ്ങനെ വലിച്ച് കയറ്റുന്നത്. കുറേ ആൾക്കാർ വെറുതെ ധൃതി കൂട്ടും. അതൊക്കെയാണ് നമുക്ക് ചില പോരായ്മയായി തോന്നുന്നത്. അത് ഓരോരോ ആൾക്കാരും ചെയ്യേണ്ട കാര്യമാണ്. വെറുതെ ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ മലയിറങ്ങി ഏകദേശം താഴെ എത്താനായി. വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം കുടിക്കാനും ഫ്രൂട്ട്സ് ആയിട്ടുമൊക്കെ. സാധാരണ നിലവിലുള്ള വിലയേക്കാളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വില കൊടുക്കണമെന്നേ ഉള്ളൂ. ഒരു ലൈമിനൊക്കെ 30-40 രൂപയൊക്കെ ഉണ്ട്. ഈ പ്രദേശത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ധാരാളം കുരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുക്കുകയത്. അങ്ങനെ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് ശബരിമലയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും മലയിറങ്ങി ഇങ്ങനെ പമ്പയിലെത്തി. ഇനി ബസ് കയറി നാട്ടിലേക്ക് പോകണം. മറ്റു സ്വാമിമാർക്ക് നമ്മൾ കിട്ടിയ പോലെ തന്നെ നല്ല ദർശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. സ്വാമി ശരണമയ്യപ്പ.